വയോജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ഇപ്പോൾ മാസങ്ങളാകുന്നു. ബജറ്റിൽ ഉൾപ്പെടെ പെൻഷൻ എങ്ങനെ കൊടുത്തു തീർക്കുമെന്നതിൽ ഒരു പരിഹാരം കാണാൻ സർക്കാർ മുതിർന്നില്ല. കുറച്ചു കാലം മുൻപ് വരെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മുടങ്ങിയ പെൻഷൻ വിതരണത്തെ പരിഹസിച്ചും ട്രോളിയും എല്ലാം ആസ്വദിച്ച പിണറായിക്കും അണികൾക്കുമെല്ലാം അത് സ്വന്തം അനുഭവത്തിൽ വന്നപ്പോൾ ഒരു വാക്കുപോലും മിണ്ടാനില്ല. ഉമ്മൻചാണ്ടി സർക്കാർ ക്ഷേമ പെൻഷൻ തുക 4 മാസം കുടിശ്ശിക വരുത്തിയപ്പോൾ അത് 16 മാസമാണെന്ന കള്ളപ്രചരണം കാലങ്ങളായി നടത്തിയവരായിരുന്നു ഇടതുമുന്നണി. ഈ പച്ചക്കള്ളം PC വിഷ്ണുനാഥിനെ പോലുള്ളവർ സഭയിൽ പൊളിച്ചടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 6 മാസമായി ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയ അവസ്ഥയിലാണ് പിണറായി സർക്കാർ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം പണം കൊടുക്കാൻ മാർഗമില്ലെന്ന് തുറന്നു പറഞ്ഞ് ഇന്നലെ മന്ത്രി സജി ചെറിയാനും രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴത്തെ പെൻഷൻ കുടിശ്ശിക അടുത്ത കാലത്തെങ്ങും തീർക്കാൻ സർക്കാരിന് സാധിക്കുമെന്നും തോന്നുന്നില്ല. ആ നിലയിലേക്ക് പെൻഷൻ കുടിശ്ശിക ഉയർന്നു കഴിഞ്ഞു. സംസ്ഥാനത്തെ 58 ലക്ഷം സാമൂഹിക ക്ഷേമ പെൻഷൻകാർക്ക് നൽകാനുള്ള കുടിശ്ശിക തുക 4600 കോടി രൂപയാണ്. കഴിഞ്ഞ ഓഗസ്റ്റിലെ പെൻഷനാണ് ഡിസംബറിൽ നൽകിയത്. സെപ്റ്റംബർ മുതൽ ഈ മാസം വരെയായി 6 മാസത്തെ തുക കുടിശ്ശികയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇത്രത്തോളം പെരുകുന്നത് ഇതാദ്യമായാണ്. പെൻഷനെ പ്രധാനമായും വോട്ട് ആകർഷിക്കാനുള്ള മാർഗമായാണ് സർക്കാർ കണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഈ പണം കൊടുത്തു തീർക്കുക എന്നത് സർക്കാരിനിപ്പോൾ എത്ര ശ്രമിച്ചാലും നടക്കാത്ത കാര്യമാണ്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 1.5 മാസം മാത്രം ശേഷിക്കെ പദ്ധതികൾക്കുള്ള പണം പരമാവധി ചെലവാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഇതിനിടെ 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കാൻ കഴിയില്ലെന്നത് മറ്റൊരു യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മുതൽ പെൻഷൻ അതത് മാസം തന്നെ നൽകുമെന്ന ബജറ്റിലെ പ്രഖ്യാപനം പാലിക്കാനാകാതെ വരികയും ചെയ്യും. ഈ മാസവും അടുത്ത മാസവുമായി 25,000 കോടി രൂപയെങ്കിലും പദ്ധതി ചെലവുകൾക്കും മറ്റുമായി ട്രഷറിയിൽ നിന്ന് ചെലവാക്കാനാണ് സർക്കാർ തീരുമാനം. അതേസമയം പെൻഷന്റെ കാര്യത്തിൽ പ്ലാൻ B യെക്കുറിച്ചും സർക്കാർ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ മുതൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും വിപണിയിൽ നിന്ന് കടമെടുക്കാമെന്നതിനാൽ സർക്കാരിന് വേണമെങ്കിൽ ഒറ്റയടിക്ക് ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാനാകും. എന്നാൽ ഇത് മറ്റു ചെലവുകളെ ബാധിക്കും. മാത്രമല്ല, സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ വൻതുക കടമെടുക്കുന്നത് അവസാന പാദത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അടുത്ത വർഷം വരുമാനം മെച്ചപ്പെടുത്തുന്നതിനായി ആവശ്യമെങ്കിൽ പ്ലാൻ B പുറത്തെടുക്കേണ്ടി വരുമെന്ന് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് സർക്കാരിന് ഒറ്റയടിക്ക് ചെലവ് നിയന്ത്രിക്കാൻ സാധിക്കുക. 56 വയസ്സിൽ നിന്ന് 57 വയസ്സാക്കിയാൽ 4000 കോടി ഒരു വർഷത്തേക്ക് ലാഭിക്കാമെന്ന് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. അടുത്ത വർഷം പിടിച്ചു നിൽക്കാനായില്ലെങ്കിൽ ഈ പ്ലാൻ B ആണോ സർക്കാർ പുറത്തെടുക്കുക എന്നതും ഇനി കാത്തിരുന്ന് കാണണം.